കർത്താവിനെന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സരള. ഞാൻ ഡിസംബർ വരെ ഞാൻ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്തായിരുന്നു. അങ്ങനെ ഞാനത് കഴിഞ്ഞിട്ട് പല ജോലികൾ കരുനാഗപ്പള്ളി താമസിക്കുന്നതുകൊണ്ട് പോയി വരാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. 21 വർഷം ഞാനിങ്ങനെ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്ത് കൈ ഇങ്ങനെ പൊക്കാനും പറ്റാത്ത അവസ്ഥയിൽ ഒരു ഭാഗം എനിക്ക് തളരുന്നത് പോലെ അനുഭവം ഉണ്ടായി. ഇപ്പം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പം കഴിഞ്ഞ ആഴ്ച കർത്താവ് ദൈവദാസൻ്റെ കൈ പിടിച്ചിങ്ങനെ ഉയർത്തിയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ കൈ ഇങ്ങനെ ഉയർത്താൻ കഴിയുന്നുണ്ട്. കൈക്കകത്ത് വേദനയൊന്നുമില്ല. അതേപോലെ ഞാൻ ഇവിടെ ഒരു ബുധനാഴ്ച സ്നാന ക്ലാസ്സിൻ്റെ അന്നാണ് ഇവിടെ ആദ്യം വരുന്നത്. അതിൻ്റെ അന്ന് തന്നെ എനിക്ക് ജോലിയില്ലാതെ വളരെയധികം ഭാരപ്പെട്ടായിരുന്നു ഇവിടെ വന്നത്. പിന്നീട് ഇപ്പോൾ എനിക്കൊരു ജോലിക്ക് കയറുവാൻ പറ്റി. ഇപ്പോൾ ഒരു മാസം ആകുന്നു. പിന്നെ അതിന് ശേഷം എനിക്ക് ഇതുപോലെ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ വരുമ്പോഴെനിക്ക് ബൈബിൾ വായിക്കുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് പെട്ടെന്ന് വയറിനകത്ത് ഭയങ്കര വേദനയും എനിക്ക് പ്രാർത്ഥനയോട് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമായിരുന്നു. എന്നാലും ഞാൻ ദൈവത്തിനെ വിളിച്ചിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതെനിക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇവിടെ ദൈവദാസം ഒരു ദിവസം എനിക്കിവിടെ എന്നെ പ്രാർത്ഥിച്ചാൽ പറഞ്ഞു, എനിക്ക് 6 വർഷത്തിന് മുമ്പ് എന്നിൽ ഉണ്ടായ ഒരു വയറ്റിൽ കിടക്കുന്ന ഒരു കൈവിഷമാണെന്ന് പറയാം. അത് പെട്ടെന്ന് പോകുന്നെന്ന് പറഞ്ഞു. അന്നേരം തന്നെ എൻ്റെ വയറ്റിൽ പെട്ടെന്ന് ഭയങ്കര വേദനയൊക്കെ ഉണ്ടായി. എന്തോ ഇങ്ങനെ താഴോട്ട് പോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ട് പിന്നീട് ഇതുവരെ എനിക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാനും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ഞാൻ എത്ര ദൈവത്തിന് മഹത്വം പറഞ്ഞാലും ഇത് മതിയാവുന്നില്ല. അതുപോലെ ദൈവദാസനും ദൈവത്തിന് എൻ്റെ നന്ദി. കഥാവ് കൊടുത്ത വിടുതലായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയുന്നു.